അല്ല ഇസ്മായിലെ, നീ എവിടെയൊക്കെ പോകുന്നത്? എന്താ കാര്യം? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നിങ്ങനെ പലരും ചോദിച്ചതുകൊണ്ട് ഏതായിരുന്നു എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തന്നെ പറഞ്ഞുതരാൻ വിചാരിച്ചു. അതുകൊണ്ട് ഏതായാലും ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ നിങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരാം. ഇപ്പോൾ നമ്മളുള്ളത് ജാമിയ മർക്കസിലാണ്. എല്ലാവർക്കും അറിയാം, മനസ്സിലാവും. അപ്പോൾ നമ്മൾ പോകുന്നത് എവിടേക്കാന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ കൂട്ടുകാരൊക്കെ എല്ലാവരും ഒന്ന് കണ്ടിരിക്കും, ആരൊക്കെ പോകുന്നതെന്ന് മനസ്സിലാവല്ലോ. ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പോക്കിൻ്റെ വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് ഏതായാലും ഒന്ന് ഇപ്പോൾ മനസ്സിലാക്കാം. ഓരോ വീഡിയോകളായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഇൻഷാ അല്ലാഹ് എത്തും. അപ്പോൾ ഏതായാലും എല്ലാവർക്കും ഒന്നും കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ കണ്ട് എല്ലാം മനസ്സിലാക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമ്മൾ തുടങ്ങല്ലോ അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വീട്ടിലെ എല്ലാവരും ഒരുമിച്ച് കൂടി നമ്മൾ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൗലിദ് പാരായണം ചെയ്ത് നമ്മൾ ലഗേജുകളൊക്കെ സെറ്റാക്കി അതിന് നമ്മൾ കുടുംബക്കാരും അതേപോലെ തന്നെ ജ്യേഷ്ഠന്മാരെ മക്കളൊക്കെ അതിന് സജീവമായിട്ടുണ്ടായിരുന്നു. നമ്മളേതായാലും പോകാൻ ഇറങ്ങി. അൽഹംദുലില്ലാഹ് ലഗേജുകളെല്ലാം നമ്മുടെ കാറിലെടുത്ത് വെച്ച് നേരെ എയർപോർട്ടിലെത്തി. അൽഹംദുലില്ലാഹ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, തുറാബ് തങ്ങളാണ് നമുക്ക് നേതൃത്വം നൽകുന്നത്. നമ്മുടെ ടീമിലുള്ള ഓരോ അംഗങ്ങളെയും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം. അൽഹംദുലില്ലാഹ് നമുക്ക് വിട്ടു പോകുമ്പം ഏറ്റവും കൂടുതൽ പ്രയാസം നമ്മുടെ കുടുംബങ്ങളെ വിട്ടു പോകുമ്പോഴാണ്. പ്രത്യേകിച്ച് നമ്മളെ മക്കളെ ആക്കാം. ഏതായാലും ഫ്ലൈറ്റിലെത്തി. കണ്ടാൽ മനസ്സിലാവുന്ന ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫ്ലൈറ്റ് തന്നെയായിരുന്നു. ഖത്തറിൻ്റെ ഫ്ലൈറ്റാണ്, ഖത്തർ എയർവേസ് ആണ്. അൽഹംദുലില്ലാഹ് നല്ല സൗകര്യങ്ങളും. അപ്പോൾ നമ്മൾ ഉറക്കത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഫുഡായിട്ട് വന്നു. നല്ലൊരു ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഫുഡ്. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു ദീർഘനേരം ഉറക്കം തന്നെ വിശ്രമിച്ച് രാത്രി ഏതാണ്ട് ഒരു 3:15-3:30ക്കാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉറക്കച്ചടപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നേരിട്ട് നമ്മൾ ഖത്തറിലെത്തി. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തോടു കൂടെ നേരിട്ട് നമ്മൾ നിസ്കാര മുറിയിൽ പോയി നിസ്കരിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ടീം അംഗങ്ങളെല്ലാവരും എല്ലാം കൊണ്ടും തൃപ്തരാണ്. ആർക്കും പ്രയാസമായില്ല. പിന്നെ പെട്ടെന്ന് നമ്മൾ അവിടെ നിസ്കാരം കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം അടുത്ത ഫ്ലൈറ്റിലേക്ക് നമുക്ക് കയറാൻ പോവാണ്. അപ്പോൾ എവിടേക്കാണെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.